നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ സ്വയംഭൂ ശിവക്ഷേത്രം അതാണ് ഉത്തരകോസൈ ശ്രീ മംഗളനാഥസ്വാമി ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും. അതെന്താണെന്നുള്ളത് വളരെ ചുരുക്കമായിട്ടിവിടെ പ്രതിപാദിക്കാം. തമിഴ്നാട്ടിലെ രാമേശ്വരം ജില്ലയിൽ ഉത്തരകോസമംഗൈ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് ഉത്തരകോസമംഗൈ അല്ലെങ്കിൽ ശ്രീ മംഗളനാഥർ മംഗളേശ്വരി ക്ഷേത്രം. ലോകത്തിലെ ആദ്യത്തെ ശിവക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതൊരു ശിവപാർവതി ക്ഷേത്രമാണ്. ശിവൻ പച്ച മരകതത്തിൽ 6 അടി പൊക്കത്തിൽ ദർശനം നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ശിവൻ ഇവിടെ സ്വയംഭൂവാണ്. മരകത നടരാജൻ എന്നും ശിവനെ പറയപ്പെടുന്നു. ശിവനെ പൂർണ്ണമായും ചന്ദനത്തിൽ ചാർത്തി പൂജിച്ച് 1 വർഷം കഴിഞ്ഞാണ് ആ ചന്ദനം മാറ്റി ദർശനം നൽകുന്നത്. എന്നാലും എല്ലാ ദിവസവും ശിവനെ ഇവിടെ ദർശിക്കാവുന്നതാണ്. പക്ഷേ ചന്ദനം മാറ്റിയ ഒരു ദർശനം ലഭിക്കുന്നത് ജനുവരി മാസത്തിലാണ്. അന്നാണ് ഈ പുണ്യകർമ്മം ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ത്രികാല ദർശനമാണ്. ഭക്തർ 3 നേരമായി ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർമ്മദോഷം അകലുന്നു. അതായത് ശിവപാർവതിമാരെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ മുൻജന്മ കർമ്മദോഷം മാറുന്നു. ഉച്ചയ്ക്ക് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഈ ജന്മത്തിലെ കർമ്മദോഷം അകലുന്നു. സന്ധ്യാവേളയിൽ ദർശിച്ചു പ്രാർത്ഥിച്ചാൽ ആയുർബലവും തൊഴിലഭിവൃദ്ധിയും മറ്റെല്ലാ ദുരിതങ്ങളും മാറി ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ മിഥുനൻ രാശിയിൽ ജനിച്ചവരും കന്നി രാശിയിൽ ജനിച്ചവരും ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാരും ജാതകത്തിൽ ബുധൻ നീചനായിട്ടുള്ളവരും ബുധൻ മൗഢ്യത്തിലായവരും ബുധദശ നടക്കുന്നവരും ഈ ക്ഷേത്രത്തിൽ 3 നേരം പ്രാർത്ഥിച്ചാൽ ബുധഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ പാടെ മാറുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് താഴമ്പൂ മാല ചാർത്തി പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ താഴമ്പൂ മാല ചാർത്തി പ്രാർത്ഥിച്ചാൽ എല്ലാ വിധത്തിലും ഉണ്ടായിരുന്ന ശാപം പൂർണ്ണമായും മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു.